ശ്ലോകം 7. ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ. ഭഗവാൻ ആരാണ്? ഭക്തന്മാരിൽ ഭക്തിയുള്ളവനാണ്. അതാണ്. ആര് തന്നെ ഭജിക്കുന്നുവോ അവരിൽ ഭക്തിയുള്ളവനാണ് ഭഗവാൻ. ഭക്തേഷു ഭക്തേന ത്വയാ. ഭക്തന്മാരിൽ ഭക്തിയുള്ളവനായ അങ്ങയാൽ സഹ മാനിതഃ. ആ സുദാമാവ് ബഹുമാനിക്കപ്പെട്ടു. രാത്രിയിൽ ആഹാരം കഴിച്ചു. പട്ടുമെത്ത ഉള്ള കിടക്ക കൊടുത്തു. കട്ടിൽ കിടന്നു. പുരീം വസൻ ഏകനിശാം. ഒരു രാത്രി, അന്ന് രാത്രി മുഴുവൻ അവിടെ വസിച്ചു. എങ്ങനെയാണ് വസിച്ചത്? മഹാസുഖം. സുഖം എന്ന് വെച്ചാൽ ബ്രഹ്മാനന്ദം എന്നാണ് അർത്ഥം. മഹാസുഖം, പരമമായ ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ചു. എന്തുകൊണ്ട്? കൃഷ്ണൻ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ ബ്രഹ്മത്തിൻ്റെ സമീപത്തിരുന്ന് ആ ആനന്ദം അനുഭവിച്ചു. ബദ അപരേദ്യുഹു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. ശൗചസ്നാനാദികളെല്ലാം കഴിഞ്ഞു. ആഹാരം കഴിച്ചിട്ടുണ്ടാവണം. കൃഷ്ണ, ഞാൻ ഇറങ്ങട്ടെ. ഈ ഉപ്പ് വേണോ? പിന്നെ പോയാൽ പോരെ? അല്ല അല്ല, പോട്ടെ, കല്യാണി കാത്തിരിക്കുന്നുണ്ടാവും, എന്നാൽ പോയിട്ട് വരൂ. ദ്രവിണം വിനായയോ. 1 രൂപ കൊടുക്കണ്ടേ? കൊടുത്തില്ല. ദ്രവിണം വിനായയോ, ഒന്നും ഇല്ലാണ്ട് പോയി. ബദാപരേദ്യുർ ദ്രവിണം വിനായയോ. മേൽപ്പത്തൂർ പറയാണ്, വിചിത്രരൂപസ് തവ ഖല്വനുഗ്രഹ. തവ അനുഗ്രഹ വിചിത്രരൂപ. ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയുള്ളതാണെന്ന് പറയാൻ സാധ്യമല്ല. പ്രത്യക്ഷമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ പരോക്ഷമായിട്ട് കൊടുത്തു കഴിഞ്ഞു. അത് സുദാമാവിനിപ്പോൾ അറിയില്ല. അത്യത്ഭുതമാണ് ഭഗവാന്റെ അനുഗ്രഹം എന്നർത്ഥം. പല ഭക്തജനങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. വണ്ടികളിലും മറ്റും പോകുന്നതായ സമയത്ത്, പ്ലെയിനിനും മറ്റുമൊക്കെ പോകുന്നതായ സമയത്ത് ചിലപ്പോൾ ആ പ്ലെയിൻ അങ്ങ് പോയിരിക്കണേ, കിട്ടിയില്ല. എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് പിന്നീട് അറിയണത് പ്ലെയിൻ ക്രാഷ്. വിചിത്രരൂപസ് തവ ഖല്വനുഗ്രഹ. അവൻ്റെ അനുഗ്രഹം അത്യത്ഭുതകരമാണ്, അതിവിചിത്രമാണ്. അത് പ്രത്യക്ഷമായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കാറില്ല, പരോക്ഷമായിട്ടാണ് അധികവും അനുഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്ലോകം 8. ദ്വാരകയുടെ ദ്വാരം വരെ ഭഗവാൻ കൂടെ പോയിട്ടുണ്ട്, അയച്ചു. അങ്ങനെ പുറത്തേക്ക് ഭഗവാൻ അങ്ങോട്ട് തിരിച്ചു പോയ സമയത്ത് മനസ്സിലൊരു ചിന്ത വരികയാണ്. യതി ഹയാജിഷ്യം അദാസ്യതച്യുതോ. ഞാൻ ചോദിച്ചിരുന്നുവെങ്കിൽ ഭഗവാൻ തരുമായിരുന്നു. ചോദിച്ചതുമില്ല, തന്നതുമില്ല. യതി ഹയാജിഷ്യമദാസ്യതച്യുതോ. യതി അഹം അയാജിഷ്യം, ഞാൻ യാചിച്ചിരുന്നെങ്കിൽ അച്യുതഃ അദാസ്യത്, അച്യുതൻ തരുമായിരുന്നു. പദാമി ഭാര്യാം കിം. കല്യാണിയോട് ഇപ്പോൾ എന്താ പറയുക? എന്തെങ്കിലും കിട്ടുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവിടെ. എന്തു പറയും? പദാമി ഭാര്യാം കിം ഇതി വ്രജന്നസൗ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ ചിന്ത വന്നു. എന്തുകൊണ്ട്? കല്യാണി പറഞ്ഞതാണ്. അതുകൊണ്ടാണ്.
കല്യാണി പറഞ്ഞതനുസരിച്ച് എന്തെങ്കിലും ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചില്ല. പോട്ടെ, സാരില്ല. ത്വദുക്തി ലീലാസ്മിതമഗ്നധീ. ആ ഭഗവാന്റെ വാക്കുകൾ, ഭഗവാന്റെ ഉക്തി വാക്കുകൾ, ലീല ഭഗവാന്റെ വിനോദങ്ങൾ, സ്മിതം ആ പുഞ്ചിരി, ആ പ്രസന്നമായ മുഖം കണ്ടാൽ തന്നെ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് മഗ്നധീഹി, ബുദ്ധിയിലങ്ങനെ അതങ്ങടെ ഇഴുകിച്ചേർന്നു. അങ്ങനെ ചിന്തിച്ച് തൻ്റെ ഗൃഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. ക്രമാദവശ്യൻ മണിദീപ്രമാലയം. മണിദീപ്രമാലയം ക്രമാത് അവശ്യൻ, രത്നം കൊണ്ട് നിർമ്മിതമായ ഒരു ഗൃഹത്തിനെയാണ് അവിടെ കണ്ടത്. ചിന്തിച്ച് വഴി തെറ്റിയോ എന്നുള്ളതായ സംശയമാണ് ഉണ്ടായെന്നർത്ഥം. ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് അപ്പോഴും മനസ്സിലായിട്ടില്ല. ഭഗവാന്റെ ആ ചിന്തകളെക്കുറിച്ച്, ഭഗവാൻ കാണിച്ചതായ ഭഗവാന്റെ വാക്കുകൾ, ഭഗവാന്റെ വിനോദത്തോടുകൂടിയുള്ളതായ സംസാരം, ഭഗവാന്റെ ആ മന്ദസ്മിതം, അതിലെല്ലാം മനസ്സങ്ങനെ മുഴുകി അങ്ങനെ വന്നു. അയ്യോ, വഴി തെറ്റിയോ. ക്രമാദപശ്യൻ മണിദീപ്രമാലയം. ശ്ലോകം 9. കിം മാർഗവിഭ്രംശ. എന്ത്? വഴി തെറ്റിയോ? ഇതി ഭ്രമൻ. ഒന്ന് അങ്ങനെ ഭ്രമിച്ചു. പക്ഷെ ചുറ്റും നോക്കി മറ്റുള്ളതൊക്കെ ശരിയായിട്ടുണ്ട്, ഇത് മാത്രം വ്യത്യാസം വന്നു. എന്തായാലും ഒന്ന് കയറി നോക്കാം അല്ലേ? ഗൃഹം പ്രവിഷ്ട. വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. സദർശവല്ലഭം. ഭാര്യ ഇരിക്കണു. എങ്ങനെ ഇരിക്കണു? സഖീപരീതം. അനേകം സഖിമാര് ചുറ്റുമുണ്ട്. സഖീപരീതം. മണിഹേമഭൂഷിതം. രത്നങ്ങൾ, സ്വർണമാലകൾ, പട്ടുവസ്ത്രങ്ങൾ, അതുകൊണ്ടെല്ലാം നന്നായിട്ട് അലങ്കരിച്ചിട്ട് ഇരിക്കുന്നതായ തൻ്റെ പത്നിയെ കണ്ടു. അപ്പോൾ മനസ്സിലായി. ബുബോധജ ത്വൽകരുണാം മഹാത്ഭുതം. ബോധിച്ചു, മനസ്സിലാക്കി. എന്ത്? ഇത് ഭഗവാന്റെ കാരുണ്യമാണ്. ത്വൽകരുണാം. ഇതിന് അത്ഭുതം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. മഹാത്ഭുതം. തന്നോട് ഒന്നും പറയാതെ, തനിക്കൊന്നും തരാതെ കണ്ട് അവിടുന്ന് അയച്ചു. പ്രത്യക്ഷമായിട്ടൊന്നും തന്നില്ല, പക്ഷെ പരോക്ഷമായിട്ട് ഭഗവാൻ ഇവിടെ കൊടുത്തു. എല്ലാം കൊടുത്തിരിക്കുന്നു. നിമിഷ നേരം കൊണ്ടാണ് കൊട്ടാരം പോതിയിരിക്കുന്നത്. എപ്രകാരം ദ്വാരകയെ നിർമ്മിച്ചുവോ അതുപോലെ ഇവിടെയും വേഗത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയുള്ളതായ തൻ്റെ ആ കെട്ടിടം കണ്ടു. ഭാര്യ കല്യാണി വന്ന് നമസ്കരിച്ചു. വിവരങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ആ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു.